അസ്സലാമു അലൈക്കും. എൻ്റെ പേര് അൽത്താഫ്. ഒരു യാത്രാ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഇന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഒന്ന് പുറത്ത് പോകാമെന്ന് വിചാരിച്ചു. പുറത്തുനിന്ന് പറഞ്ഞാൽ വേറെ ഒന്നല്ല, നമ്മുടെ മുഷറിഫ് ഡൗൺ ടൗൺ ഇല്ലേ അവിടേക്ക്. അപ്പോൾ ഇന്നലെ പോയത് നമ്മളവിടെ ആയിരുന്നു സൂക്ക് വാക്കിഫിലായിരുന്നു. അപ്പോൾ സൂക്ക് വാക്കിഫിൻ്റെ തൊട്ടടുത്തുള്ള സ്ഥലമാണിത്. അപ്പോൾ നിങ്ങൾ വിചാരിച്ചു ഇതെന്താ നടന്ന് പോകണമെന്ന്. പക്ഷെ നടന്നല്ല പോകുന്നത്, കാറിലും അല്ല. കാരണം അവിടേക്ക് പോകുമ്പോഴേ ഏറ്റവും സുഖം പോകാനായിട്ട് നമ്മുടെ മെട്രോയിലാണ്. അപ്പോൾ മെട്രോയിൽ പോകുമ്പോൾ ഉള്ള കുറച്ച് കാഴ്ചകൾ. ഇപ്പോൾ മെട്രോയിൽ കയറുന്നതിന് മുമ്പേ ഇവിടുന്ന് മെട്രോ സ്റ്റേഷൻ വരെ പോകുന്നത് എങ്ങനെയാണെന്ന് അറിയണ്ടേ. ഇവരുടെ ബസ്സുണ്ട്, മെട്രോയുടെ ബസ്സുണ്ട്. അപ്പോൾ ആ ബസ്സിലാണ് ഞാൻ പോകാൻ ഉദ്ദേശിക്കുന്നത്. അതായത് എൻ്റെ വീടിൻ്റെ അടുത്ത് ആണ് മെട്രോ ബസ് സ്റ്റോപ്പ് ഉള്ളത്. അപ്പോൾ ബസ്സിൽ കയറിയിട്ട് വേണം എനിക്ക് പോകാനായിട്ട്. അവിടേക്ക് ഞാൻ നോക്കണത് ബസ് തന്നെ നോക്കണമാണ്. അപ്പോൾ ഞാനിപ്പോൾ ബസ് സ്റ്റോപ്പിലാണുള്ളത്. അപ്പോൾ ഈ ബസ് പോകുന്നത് മുകളീന മെട്രോ സ്റ്റേഷനിലേക്കാണ്. അവിടെ ചെന്നിട്ട് വേണം മെട്രോ കയറിയിട്ട് മുഷറിബിലേക്ക് പോകാനായിട്ട്. ഈ മുഷറിബിൻ്റെ ഒരു പ്രത്യേകതയുണ്ട്. അതായത് അവിടുത്തെ ഏറ്റവും വലിയ മെട്രോ സ്റ്റേഷനാണ്. അവിടുത്തെ അല്ല, ഖത്തറിലെ ഏറ്റവും വലിയ മെട്രോ സ്റ്റേഷനാണ് മുഷറിബില്ല. അപ്പോൾ നമുക്ക് അവിടുത്തെ കാഴ്ചയൊക്കെ കാണാമല്ലേ. ഇതാണ് മെട്രോ കാർഡ്. ഈ മെട്രോ കാർഡ് വെച്ച് 2 ആക്സസ് ഉണ്ട്. അതായത് ഒന്നാമത്തെ ആക്സസ് നമുക്ക് ഈ മെട്രോ ബസ് ഫ്രീ സർവീസാണ്. അപ്പോൾ ഈ മെട്രോയിൽ കയറണം, ബസ്സിൽ കയറണമെങ്കിൽ ഈ കാർഡ് അവിടെ മെഷീനിൽ പഞ്ച് ചെയ്യണം. പിന്നെ അതിന് ശേഷം നമുക്ക് പഞ്ചിങ് ചെയ്താൽ മതി. ഔട്ട് ചെയ്യുമ്പോൾ പഞ്ച് ചെയ്യണമെന്നില്ല. ഇതാണ് ബസ് നമ്പർ M139. ഇത് പോകുന്നതുണ്ടല്ലോ മുകളീന മെട്രോ സ്റ്റേഷനിലേക്കാണ് പോകുന്നത്. അവിടെ ചെന്നിട്ട് നമുക്ക് പോകേണ്ട സ്ഥലം മുഷറിഫ് ഡൗൺ ടൗണിലെ മെട്രോ സ്റ്റേഷനിലേക്ക് ഇറങ്ങാം. ഇവിടെ ചെന്നിട്ട് വേണം മെട്രോ കയറാനിട്ടാ. മെട്രോ സ്റ്റേഷനിൽ ചെന്നിട്ട് വേണം, അതായത് മുകളീനയിലുള്ള മെട്രോ സ്റ്റേഷനിൽ ചെന്നിട്ട് വേണം നമുക്ക് മുഷറിഫിലേക്ക് എത്താനായിട്ട്. അങ്ങനെ നമ്മുടെ ബസ് വന്നിട്ട് പെട്ടെന്നാണ് വന്നത്. ഞാൻ കണ്ടില്ലായിരുന്നു, സൗണ്ട് ഇല്ലല്ലോ, കുറവാണ്, ഇലക്ട്രിക്കൽ വണ്ടിയല്ലേ. അങ്ങനെ നമുക്ക് വേണ്ടി ഡോറ് തുറന്നിരിക്കുന്നു നമ്മുടെ ബസ്. അങ്ങനെ കാർഡ് ഇവിടെ പഞ്ച് ചെയ്തു, സക്സസ്ഫുള്ളായി കാണിച്ചു. ലാസ്റ്റ് വന്ന് നമ്മുടെ സീറ്റിൽ അങ്ങോട്ട് ഇരുന്ന് വണ്ടിയും പുറപ്പെട്ട്. ഈ ബസ്സിലാണ് ഞാൻ വന്നത്, മുകളീന. അങ്ങനല്ലേ ലാസ്റ്റ് വന്ന് മെട്രോ സ്റ്റേഷനിലെത്തി. അതിൻ്റെ അടുത്ത് ഒരു ബസ് സ്റ്റോപ്പൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനിപ്പോൾ മുകളീന മെട്രോ സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇനി നമുക്ക് മെട്രോയിൽ കയറിയിട്ട് നേരെ മുഷറിഫിലേക്ക് പോവാം അല്ലേ. അപ്പോൾ അതെ നോക്കിയേ, എൻ്റെ ബാക്ക് സൈഡിൽ കാണാണ് മുകളീന മെട്രോ സ്റ്റേഷൻ. ഇവിടെ ചെറിയ ചെറിയ റെസ്റ്റോറൻറ്റ്, പിന്നെ അതുപോലെ തന്നെ ഈ മെഷീൻ നോക്കി, ഇതിൽ നമുക്ക് വെള്ളവും അതുപോലെ തന്നെ ഈ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ കിട്ടും കേട്ടോ. ഞാൻ വെള്ളം എടുക്കാമെന്ന് വിചാരിച്ചു. നമ്പർ പൈസ അതിൽ ചില്ലറ ഇതുണ്ട്, നോട്ടുണ്ട്. 1 റിയാലിൻ്റെ ഒരു വെള്ളം കൊടുക്കാമെന്ന് വിചാരിച്ചു. സംഭവം മഞ്ഞൂലല്ലോ അത്. ഇത് കഴിഞ്ഞിട്ടാണ് 65 നിൽക്കേണ്ടത്. 65. ഓക്കെ ഓക്കെ ഓക്കെ, ഇപ്പോഴാണ് റെഡി ആയത്. ചാടിയിട്ടുണ്ട് വെള്ളം. കിട്ടി കിട്ടി. കൈ ഇതിലേ നോക്കിയിട്ടുണ്ട്. എടുക്കാൻ ഏർപ്പാടിട്ടുള്ള സംഭവം സെറ്റപ്പാണ് കേട്ടോ. റയാൻ പ്യൂർ ഡ്രിങ്കിങ് വാട്ടർ. ഇവിടെ നമ്മുടെ ടിക്കറ്റ് കാർഡ് ഉണ്ടല്ലോ, മെട്രോ കാർഡ്, അതിവിടെ പഞ്ച് ചെയ്യണം കേട്ടോ. പഞ്ച് ചെയ്തു. 6 റിയാൽ ബാലൻസ് ഉണ്ട്. അങ്ങനെ നമ്മുടെ മെട്രോ കയറാൻ പോകട്ടോ. ലുസൈൽ QNB. നമുക്കിവിടെ നിന്ന് കയറുമ്പോഴേ ഒരു മെട്രോ സ്റ്റേഷൻ കഴിയണം. അതായത് മുഷറിഫിലേക്ക് പോകണമെങ്കിൽ ദോഹ ജദീദ് കഴിഞ്ഞിട്ട് വേണം മുഷറിഫിലേക്ക് പോകാനായിട്ട്. ഈ മുഷറിഫിലാണ് നമുക്ക് ഇറങ്ങേണ്ടത്. അങ്ങനെ ഇപ്പോൾ ഫൈനലി നമ്മുടെ മെട്രോ വരാറായി. ഇവിടെ നിൽക്കുകയാണ് ഇപ്പോൾ. മെട്രോ വന്നുണ്ട്. മെട്രോ എത്തി. ഞാനെന്നാ മെട്രോയിൽ കയറട്ടെ. സീറ്റ് കിട്ടുമെന്ന് വിചാരിച്ച്, എവിടെ ഫുള്ളാണ് കേട്ടോ. ഇവിടെ നിൽക്കേണ്ടി വന്നു. ഡോർസ് ക്ലോസിങ്. അപ്പോൾ ഇവിടെ അതൊക്കെ എഴുതിയിട്ടുണ്ട്. ഡോറിൻ്റെ അവിടെയൊക്കെ പോയി കൈ വെക്കല്ലേ എന്നൊക്കെ, അങ്ങനെയൊക്കെ കുറേയൊക്കെ കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പം നമ്മുടെ മെട്രോ സ്റ്റേഷൻ എത്താറായിട്ടുണ്ട്, മുഷറിഫ് എത്താറായിട്ടുണ്ട്. എത്തി. ഓപ്പൺ സ്റ്റോർ. ഒട്ടും സീറ്റ് കിട്ടിയില്ല, നല്ല തിരക്കുണ്ടായിരുന്നു മെട്രോയിൽ. ഇപ്പം ലാസ്റ്റ് ഞാൻ മെട്രോ മുഷറിഫ് സ്റ്റേഷനിൽ എത്തിയേക്കാണ്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് നമുക്ക് പുറത്ത് കിടക്കണം. പുറത്ത് കിടന്നതിന് ശേഷം അവിടുത്തെ കാഴ്ച കാണാം. നോർമലി ഇത്രയും തിരക്കുണ്ടാവാറില്ല മെട്രോയിൽ. കാരണം വെച്ചാൽ ഇപ്പൊ സമയം ഫ്രൈഡേ ആണല്ലോ, അപ്പൊ എല്ലാവരും മുഷറിഫിലേക്ക് തന്നെ തിരക്കണം. കാരണം മുഷറിഫിലാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ ആൾക്കാരും വന്നിറങ്ങുന്നത്. അവിടുന്ന് നമുക്ക് പല സ്ഥലങ്ങളിലേക്ക് ട്രെയിനുകൾ കിട്ടും. അങ്ങനെ മെട്രോന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ കുറെ ഉണ്ട് നടക്കാനായിട്ട്, പുറത്ത് കിടക്കാനായിട്ട്. അങ്ങനെ ഇപ്പോൾ ഫൈനലി ഇവിടെ എത്തി. നല്ല അടിപൊളി ഡിസൈനൊക്കെയാണ് മുകളിലും അവിടെയൊക്കെ ആയിട്ട് കാണാൻ പറ്റിയത്. അതുകൊണ്ട് പിന്നെ
ഇവിടെ ഖത്തറിലെ ഏറ്റവും വലിയ മെട്രോ സ്റ്റേഷനാണ് ഈ മുഷറിഫ് ഡൗൺ ടൗണിലുള്ള. അതായത് 37 സ്റ്റേഷൻ ഉണ്ടെന്നാണ് കേട്ടത് ഇവിടെ. 37 ഏറ്റവും വലിയ മെട്രോ സ്റ്റേഷൻ. ആലോചിച്ച് നോക്കി ഇപ്പൊ എത്ര ആൾക്കാരാണ് ഇവിടെ വന്നതെന്ന് അറിയൂടാ. ഇന്ന് ഒന്നാമത്തെ വെള്ളിയാഴ്ച ആയതുകൊണ്ടാണ് നല്ല തിരക്കുണ്ടായിരുന്നു ട്രെയിനിൽ. കുറെ എസ്കലേറ്റർ ഒക്കെ ഉണ്ടായത് നമുക്കൊരു പിടുത്തം കിട്ടൂല, അങ്ങോട്ടൊക്കെ മാറിപ്പോവും. എത്ര ആണെങ്കിലും മാറിപ്പോട്ടെ ഈ വഴി. കണ്ടാ ഞാൻ പുറത്ത് കിടക്കേന്, നമ്മുടെ കാർഡ് ഇതേ പഞ്ച് ചെയ്ത് ഇതേ ഓപ്പൺ ആക്കി ഇതുകൊണ്ട് പുറത്ത് കിടന്നു. അങ്ങനെ പഞ്ച് ചെയ്ത് പുറത്ത് കിടന്ന് അപ്പോൾ ട്രാവൽ കാർഡ് ഇവിടെ ഡേ പാസ് കിട്ടും 6 റിയാല് ഒരു ദിവസം കൊണ്ട് മാത്രം. ഒരു ദിവസത്തെ കാർഡ് വാലിഡിറ്റി ഉള്ളത്. ഇത് മെട്രോ സ്റ്റേഷൻ ഉണ്ടല്ലോ മുഷറിഫ്, അതിൻ്റെ ഒരു മാപ്പാണിത്. ഓരോ സ്ഥലത്തേക്ക് പോകാനൊക്കെ ഇവിടെ നിന്നൊക്കെ ആൾക്കാർ കുറേ പേര് മാറി കയറുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുഷറിഫ് ഡൗൺ ടൗണിലേക്ക് പോവാം. അപ്പം മെട്രോ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങി ഇപ്പം ഞാൻ മുഷറിഫ് ഡൗൺ ടൗണിലേക്ക് പോകുന്നു. കേട്ടാ പുറത്തെ കാഴ്ചകളൊക്കെ കാണാം നമുക്ക്. അങ്ങനെ ഇതുകൊണ്ട് ഇവിടെ എത്തി. മെട്രോ സ്റ്റേഷന്റെ പുറത്തുള്ള കാഴ്ച ഉണ്ട് ഡൗൺ ടൗണില, മുഷറിഫ് ഡൗൺ ടൗണില്ല. ഇത് രസമുള്ള ബിൽഡിങ്ങുകളല്ലേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ കറുവയുടെ ബസ് കൊണ്ട് മെട്രോ ബസ്സൊക്കെ പോകണ്ട വഴി. അതുകൊണ്ട് ഇതൊക്കെ അഡ്വർടൈസ്മെന്റ് ആണ്. പിന്നെ ഞാൻ റോഡ് ക്രോസ് ചെയ്തില്ല, പകരം മെട്രോ സ്റ്റേഷന്റെ ഉള്ളിൽ കൂടി മുഷറിഫ് ഡൗൺ ടൗണിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ നടന്ന് ഓരോ ഷോപ്പുകളൊക്കെ ഉണ്ട്, അങ്ങനെ കണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം നമുക്ക് പോകാനായിട്ട് ഇവിടുന്ന് 5 ഗേറ്റ് ഉണ്ട്. 5 ഗേറ്റിലേക്ക് കിടന്ന് അവിടെ നിന്ന് എക്സിറ്റ് ആവണം ഡൗൺ ടൗണിലേക്ക് പോകാനായിട്ട്. വേ ഔട്ട് 5. അങ്ങനെ ഇപ്പം ഇവിടുന്ന് കിടന്ന് ഇവിടെയും എസ്കലേറ്റർ. ഇത് കുറേ ഉണ്ട് കേട്ടോ ഇവിടെ എസ്കലേറ്റർ ഈ മുഷറിഫ് ഡൗൺ ടൗൺ മെട്രോ സ്റ്റേഷനിലേ. അങ്ങനെ ഇതുകൊണ്ട് ഫൈനൽ ഇവിടെ എത്തിയിരിക്കുന്നു. ഭയങ്കര ബിൽഡിങ് ഇട്ടാ, ഒരു രക്ഷയില്ല. ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര ഹൈറ്റ് ഇട്ടാ, അടുത്ത് നോക്കുമ്പോഴും ഒരു രക്ഷയില്ലാത്ത ഹൈറ്റ്. നമ്മൾ വന്ന വഴി, ഈ വന്ന വഴി ഒരിക്കലും മറക്കരുത്, തിരിച്ചു പോകാനുള്ളതാണ്. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ മുഷറിഫ് ഡൗൺ ടൗണിൻ്റെ ആ ബിൽഡിങ്ങിൻ്റെയൊക്കെ വഴി കൂടി. കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. നമുക്ക് അങ്ങനെ സൈക്കിളൊക്കെ വെക്കുന്ന സ്റ്റാൻഡ് ആകുന്നുണ്ട് ഈ റൗണ്ട് റൗണ്ടിൽ. മിക്ക സ്ഥലങ്ങളും കണ്ടു ഞാനത്. ഇത് കാണുന്നില്ലേ ട്രാമില്ലേ, ട്രാമിൻ്റെ പാളമാണിത്. ഇവിടെ പോവും, ട്രാം പോവും. ഞാൻ അതിൽ കയറാനാണ് മെയിനായിട്ട് ഇവിടെ വന്നത്. ചാൾസ് ഈ റെസ്റ്റോറൻറ്റിൽ വർക്ക് ചെയ്യുന്ന ആളാണ്. അപ്പം ഞാൻ ആളോട് ചോദിച്ചു ഇപ്പൊ ട്രാമൊക്കെ ഉണ്ടോന്ന് ചോദിച്ചു. ട്രാമൊക്കെ ഇപ്പൊ അവൈലബിൾ ആണ്, രാവിലെ അവൈലബിൾ ആണ്. നമുക്ക് പറ്റുന്ന ട്രാമിൽ കയറാൻ പറ്റുമോ നോക്കാം. ഉണ്ടെങ്കിൽ വരാനെങ്കിലേ ഇപ്പൊ കയറാം. എന്തെങ്കിലും റെസ്റ്റോറന്റ് ആണോ എന്നൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ. അല്ല സംഭവം റെസ്റ്റോറൻറ്റ് ഇട്ടോ കാണാനായിട്ട് ഈ വണ്ടി അല്ലേ. ഇതാ മറ്റേ കോഫി ഷോപ്പൊക്കെ പോലത്തെ ഒന്നും ഉണ്ടോ നമ്മുടെ ഒരു വണ്ടിയിൽ. ഇപ്പൊ ഓപ്പൺ അല്ല അത്, ഇപ്പൊ ഈവനിങ് വൈകിട്ടൊക്കെ ആവുള്ളൂ ഓപ്പൺ. സാധാരണ ഈ ടൈമിലൊക്കെ ഓപ്പൺ ആവേണ്ടതാണ്, ഫ്രൈഡേ അല്ലേ. ഇതിൽ നടക്കുമ്പോഴേ ഇടയ്ക്കൊന്ന് ബാക്കിലേക്ക് കണ്ണോടിക്കണം നല്ലത്. എപ്പോഴാ ട്രാം വന്നതെന്ന് അറിയില്ല. ഈ വന്ന സാധനം സൈലന്റ് ആണല്ലോ. എന്തായാലും നോക്കണുണ്ട് ഇടക്കിടക്ക്. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ ഇവിടെ നിന്ന് ഇങ്ങനെ കാണാൻ. ഇപ്പം ട്രാം വന്നാണ് നല്ല രസമായിരിക്കും. മുമ്പ് ഞാൻ ഇതിലേക്ക് പോണ കണ്ടിട്ടുണ്ട് ട്രാം, ഒരു പിങ്ക് കളർ ഓറഞ്ച് കളർ. അതുകൊണ്ട് ഇവിടെ നിന്ന് നോക്കാം എപ്പോഴും വന്നതെന്ന് അറിയാം. ഇത് ട്രാം വന്നിട്ടുണ്ട്. എന്ത് രസമല്ല ബിൽഡിങ്ങിന്റെ ഇടയിൽ കൂടി വന്നത് കാണാനായിട്ട്. നല്ല ബ്ലൂ കളർ, കുറെ അഡ്വർടൈസ്മെന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ടല്ലോ. 2028 നവംബർ. നമ്മുടെ നാട്ടിൽ ഒച്ച വരില്ല, അതുപോലെ ഉണ്ടല്ലേ, ഒച്ചിന്റെ ഷേപ്പ് പോലെ. ദോഹ ഫിലിം ഫെസ്റ്റിവൽ മുഷറിഫ് ട്രാം. ഞാനിപ്പോൾ മെയിനായിട്ട് വന്നത് ഈ ട്രാമിലൊന്ന് കയറാൻ വേണ്ടിയാണ്. നോക്കട്ടെ കയറാൻ പറ്റുമെന്ന്. ഇപ്പം മുഷറിഫ് ട്രാം ഏകദേശം നല്ല രസമുണ്ട് കാണാനായിട്ട്. ഭയങ്കര സ്ലോവിലാണ് പോണത്. കുറേ അഡ്വർടൈസ്മെന്റും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതാണ് കേട്ടോ ട്രാമിൻ്റെ സ്റ്റേഷന്. ഇത് നമുക്ക് ടൈമും കാര്യങ്ങളൊക്കെ എഴുതുന്നത് ഇതാണെന്നുണ്ട്. വാദി മുഷറിഫ് സ്റ്റേഷൻ നമ്പർ 2, 2ാമത്തെ സ്റ്റേഷൻ. അത് നല്ല ഡിസൈനിങ് അല്ലേ ഇവിടുത്തെ. ഇത് ടൈമും കാര്യങ്ങളും ഫ്രീ സർവീസ് എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. രാവിലെ 10 AM തുടങ്ങി 12 AM, പിന്നെ 2 PM 12 AM ആണ് ഫ്രൈഡേത്തെ ടൈം. ഇതൊക്കെ ഓരോ റെസ്റ്റോറൻറ്റ് ഓപ്പണ് പിന്നെ കാര്യങ്ങളൊക്കെ ആയിട്ടൊക്കെയാണ്. നല്ല രസമുണ്ട് ഇവിടെ വന്ന് ഇരിക്കാനും നടക്കാനൊക്കെ ആയിട്ട്. വഴി തെറ്റിക്കഴിഞ്ഞാൽ കുറേ ഉണ്ട് നടക്കാനായിട്ട്. ഇതിൻ്റെ ഉള്ളിൽ ഉണ്ട് ക്രിസ്റ്റൽ ഹൗസ്. എനിക്ക് പറഞ്ഞാൽ മറ്റേ ലൈറ്റും കാര്യങ്ങളൊക്കെ ഉള്ള ഷോപ്പാണെന്ന് തോന്നുന്നത്. ഈ വണ്ടി വയ്ക്ക് നമ്മുടെ നാട്ടിൽ ടെമ്പോ വാൻ പോലെയില്ലേ, അതായത് വോൾസ് വാഗൻ്റെ വണ്ടിയാണ്. റെസ്റ്റോറൻ്റ് ആണ്, ഓപ്പൺ അല്ല. റെസ്റ്റോറൻ്റ് ആവാനാ ചാൻസ് കൂടുതൽ. അങ്ങനത്തെ വണ്ടിയിലൂടെ കുറേ റെസ്റ്റോറൻ്റ് ഒക്കെ നടത്തിയിട്ടുണ്ട്. ഓപ്പൺ ആവാത്തതുകൊണ്ട് നമുക്കൊന്നും അറിയില്ല. വിർജിൻ ആക്റ്റീവ്, കുറേ മസാജ് തെറാപ്പി അങ്ങനെയൊക്കെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇവിടെ. നേരത്തെ എനിക്ക് ട്രാമിൽ കയറാൻ പറ്റിയില്ല. ഇപ്പം എന്തായാലും ഞാൻ കയറും ഇൻഷാ അല്ലാഹ്. കയറാൻ വേണ്ടി പ്ലാൻ ഇട്ടേക്കാണ്. അപ്പോൾ ഇവിടെ തൊട്ടടുത്ത് തന്നെ ഒരു സ്റ്റോപ്പ് ഉണ്ട്.
അപ്പോൾ ആ സ്റ്റോപ്പിൽ നിൽക്കാം, വരുമോ നോക്കാം ട്രാം, എന്നിട്ട് അതിൽ കയറാം. സെക്യൂരിറ്റി ഒക്കെ ഇരിപ്പുണ്ട്. നമുക്കേ ട്രാമിലൊന്ന് കയറി വയ്ക്കാമല്ലോ. ഇപ്പോൾ ഒരു ട്രാം വന്നിട്ടുണ്ട്, ബാക്കിൽ വന്നിട്ടുണ്ട്. അവിടെ നിന്നൊരു എത്തിയിട്ടില്ല, ഇപ്പം എത്തും. വന്നിട്ട് സാധനം വന്നിട്ടുണ്ട്. നോക്കിയോ, അങ്ങനെ നമ്മുടെ ഒച്ച പോലത്തെ ട്രാം വന്നിട്ടുണ്ട് ഇവിടെ. നമ്മൾ ഇതിൽ തന്നെ എന്തായാലും കയറും. നേരത്തെ കയറാൻ പറ്റിയില്ല, വീഡിയോ ഒക്കെ എടുക്കുന്ന തിരക്കാരന് അത് കയറാൻ പറ്റിയില്ല. ഇപ്പം എന്തായാലും കയറും. നമുക്ക് വേണ്ടിയാണ് ഈ വാതിലൊക്കെ തുറന്നു തന്നെ കേട്ടാ. അങ്ങനെ ഇപ്പോൾ ഫൈനലി നമ്മൾ ട്രാമിൽ കാല് കുത്തിയേ. അടിപൊളി അടിപൊളി. അതുകൊണ്ട് ട്രാമിൻ്റെ ഉള്ളിലൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. സാധാരണ സീറ്റാണ്, പക്ഷെ പുറമേ നിന്ന് കാണുമ്പോഴാണ് ഭംഗി. ഉള്ളിലിരിക്കുമ്പോൾ ആ ഫീല് കിട്ടണില്ല. എന്തായാലും കൊള്ളാം. ഏത് സ്റ്റോപ്പ് എന്ന് അറിയില്ല, 4-5 ഉണ്ടെന്ന് തോന്നുന്നു. എങ്ങനെ കറക്റ്റ് അറിയില്ല. ഏതെങ്കിലും സ്റ്റോപ്പിൽ കാണാൻ ഇറങ്ങാം. ഏറ്റവും ബാക്കിൽ ഇരിക്കണമായിരുന്നു, പക്ഷെ അവിടെ ആൾക്കാരാണ്. ഏറ്റവും ബാക്കിൽ നമുക്ക് ഫ്രണ്ട് ബാക്കിലെ വ്യൂ കാണാൻ പറ്റും, ഫുൾ ഗ്ലാസ് ആണ്. ഏറ്റവും ബാക്കിൽ എനിക്ക് കിട്ടിയാൽ നമുക്ക് ഇരിക്കുക, ആൾക്കാർ ഇരിക്കുന്നുണ്ട് അവിടെ. അത് കാരണം നമുക്കത് കിട്ടിയില്ല, നോക്കിയിരുന്നത്. ആളുകൾ കുറവാണ് കേട്ടോ, സീറ്റൊക്കെ കാലിയായിട്ടിരിക്കുന്നുണ്ടല്ലേ. അതെ, ഈ ട്രാം ഓടിക്കാനായിട്ട് ഒരു ഡ്രൈവർ ഫ്രണ്ടിൽ ഇരിപ്പുണ്ട്, പിന്നെ അതുപോലെ തന്നെ ഒരു സ്റ്റാഫ് കൂടി ഉണ്ട്, ഒരു ലേഡി സ്റ്റാഫ്. ഒരു വന്നാടെ തന്നെ വെൽക്കൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ എത്തിയത്. രസമുണ്ട് എന്തായാലും. ഒരു യാത്ര അടിപൊളിയായിട്ടുണ്ട്. ഈ മുഷറഫ് ഡൗൺ ടൗണിൽ മാത്രമായിട്ട് ആ ബിൽഡിങ്ങിന്റെ ഒക്കെ ഇടയിൽ കൂടി പോകാനായിട്ട് നല്ല രസം. പക്ഷെ പുറമേ നിന്ന് കാണുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയുണ്ട്. അങ്ങനെ ട്രാമിൽ നിന്ന് ഞാൻ ഇറങ്ങി. ട്രാമിൽ നിന്ന് ഇറങ്ങുന്ന വീഡിയോ എടുക്കാൻ പറ്റിയില്ല, അത് സ്റ്റാഫ് പറഞ്ഞത്. ഇപ്പൊ എടുക്കണ്ട, അത് ഓഫ് ചെയ്യാൻ പറഞ്ഞു. കാരണം വേറെ ഒന്നുമില്ല, ഞാൻ ഇറങ്ങിയപ്പോഴേ കുറെ ലേഡീസ് അതുപോലെ തന്നെ ഫാമിലിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടായിരിക്കാം നമ്മുടെ ട്രാം പോകുന്നത്. മുഷറബിൽ ഞാൻ വരുമ്പോഴേ ഇടയ്ക്കൊന്ന് കയറണമെന്ന് വിചാരിക്കും ഈ ട്രാമിൽ. സംഭവം കൊള്ളാട്ടോ. മൊത്തം 9 സ്റ്റേഷനാണ് ഇവിടെ ട്രാമിൻ്റെ അകത്ത്. ഞാൻ നോക്കുമ്പോഴേ 2 പേരെ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് റോപ്പൊക്കെ ചുറ്റിയിട്ട് താഴേക്ക് ഇറങ്ങുന്നുണ്ട്. ക്ലീനിങ് സ്റ്റാഫ് ആവാനാ വഴി, കാരണം ക്ലാസ് ഒക്കെ തുടക്കണുണ്ടേ. ഇതൊക്കെ കാണുമ്പോഴേ മനസ്സിന് വല്ലാത്തൊരു വിഷമം. ഇതൊരു ഹൈറ്റിൽ നിന്ന് ഇറങ്ങണത്. ഇവരൊക്കെ പടച്ചോൻ കാക്കട്ടെ എല്ലാവരെ. റെസ്റ്റോറൻറ്റിലൊന്നും ആൾക്കാർ വന്നിട്ടില്ല, സ്റ്റാഫുകൾ വന്നിട്ടുണ്ട്. ഞാൻ നേരത്തെ കണ്ട വാനില്ലേ, പെട്ടെന്ന് അതാണെന്ന് വിചാരിച്ചു. അതല്ല, ഇത് വേറെ വാനാണ്, ഫ്രഷ് ബ്രൂ. ഇതെനിക്കൊന്ന് യൂറോപ്യൻ സ്റ്റൈലിലൊക്കെയാണ് സംഭവം വെച്ചേക്കണത്. യൂറോപ്യൻസൊക്കെ കൂടുതൽ വരാറിട്ടാ. ഇതൊക്കെ ഇപ്പോൾ ഓപ്പൺ ആയ ഷോപ്പുകളാണെന്ന് തോന്നിട്ടാ. ബലൂണൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ കറുവ ടാക്സി പോണ്. ഇതൊരു റെസ്റ്റോറൻ്റ് ആണ്, പേര് സാൾട്ട്. ഇതിൻ്റെ ഡിസൈനിങ് നോക്കി, ബ്ലാക്ക് കളറ്. പിന്നെ ഇതാണ് റെസ്റ്റോറൻറ്റ്, വാൻ പോലെ ഇരിക്കണതില്ലേ, അതൊക്കെ നല്ല രസമുണ്ട് കേട്ടോ കാണാൻ. സിൽവർ കളറിൽ ബ്ലാക്ക് ഒക്കെ വന്നിട്ട് പ്രത്യേക ഡിസൈൻ, ഭംഗിയുള്ള ഡിസൈൻ. ഈ ബിൽഡിങ്ങിന്റെ ഹൈറ്റും അതുപോലെ കൺസ്ട്രക്ഷനും നോക്കി എന്തൊരു ഭംഗിയിലാണ് അവർ ചെയ്തു വെച്ചേക്കുന്നത്. പിന്നെ ഇവിടുത്തെ മെയിൻ എന്ന് പറഞ്ഞാലേ, ഇവിടുത്തെ റോഡാണെങ്കിലും ശരി, വഴികളാണെങ്കിലും ശരി, ഇതൊരു ക്ലീൻ ആണെന്നറിയോ. കച്ചറ സാധനങ്ങളൊന്നും ഇല്ല, ഒക്കെ വേസ്റ്റ് ടിന്നിലൊക്കെ ഇടും. അതുപോലെ തന്നെ ദോഹ ഡിസൈൻ ഡിസ്ട്രിക്ട് ഇതൊക്കെ നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ. ടെസ്ലയുടെ വണ്ടി ചാർജിലിട്ടണ്. പിന്നെ ഇലക്ട്രിക്കൽ വണ്ടി, അത് ഗലേറിയ, നോവോ സിനിമാസ്, മോണോപ്രിക്സ്. എനിക്ക് തോന്നുന്നു മാളാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ട്രാമിൽ കയറി, ഇവിടെ വന്ന സ്ഥിതിക്ക് ഈ മാളിലൊന്ന്. ഈ ബട്ടണ് സിഗ്നലിന്റെ ബട്ടണാണ്. ഇപ്പോൾ ഓൾറെഡി അവിടെ റെഡ് ആയിരുന്നു, ഇപ്പൊ നോക്കിയപ്പോൾ ഗ്രീൻ ആയി കഴിഞ്ഞാൽ നമുക്ക് റോഡ് ക്രോസ് ചെയ്യാം. ഇതിപ്പോൾ റോഡ് ക്രോസ് ചെയ്ത് ഞാൻ ഈ മാളിലേക്ക് കയറി. വെൽക്കം ചെയ്യുന്നതോ ഒരു മരമാണല്ല, ഇലയില്ലാത്ത മരം. മുഷറിബ് അഹ്ജാർ. ഇത് എന്തിന്റെ ഷോപ്പാണെന്ന് അറിയില്ല. കുറെ മുത്തുമാലയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അവിടെ. ഇതൊരു റെഡിമെയ്ഡ് ഷോപ്പാണ്, പിള്ളേരുടെ ചെറിയൊരു ഷോപ്പ്. പക്ഷെ കുറെ ഓൾമോസ്റ്റ് സാധനങ്ങളൊക്കെ ഉണ്ട്. ഓൾമോസ്റ്റ് എന്ന് പറഞ്ഞാൽ പിള്ളേർ യൂസ് ചെയ്യണത് അങ്ങനെയൊക്കെയുള്ള സാധനങ്ങൾ, ജാക്കറ്റ്, അങ്ങനെ പിന്നെ പിള്ളേർ വരച്ച ഡ്രോയിങ് ഒക്കെ ഉണ്ടായിരുന്നു അവിടെ. ഇതൊരു ഹാൻഡ് മെയ്ഡ് ഷോപ്പ് എന്നും പറഞ്ഞുകൊണ്ട് അവിടെ എഴുതിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്പെക്സ് ഒക്കെ ഇല്ലേ, അതൊക്കെ ഫുൾ ഹാൻഡ് മെയ്ഡ് ആണ്. ഫാരിസ്. ഓക്കെ ഓക്കെ. Tunisia, yeah. Where you from? India, Kerala. Name? Altaf Muhammad. Altaf Muhammad. Yes. Same Arabic. Yes. Okay. Thank you. Thank you so much. Okay. Thank you so much. ഈ എഴുതിയേക്കുന്നത് കംപ്ലീറ്റ് ഈ പേരിലുള്ള ഗ്ലാസ്സുകളൊക്കെയാണ് അവിടെ. സ്പെക്സ് ആണ് അവിടെ. പയ്യനുണ്ടോ, ടുണീഷ്യക്കാരനാണ് പുള്ളി. അപ്പോൾ പുള്ളി അവിടെ എത്തി പുള്ളി എന്നോട് പറഞ്ഞ് ഈ നമ്മുടെ ചാനലിലൊക്കെ ഓരോന്ന് ചോദിച്ചു. ഞാനൊക്കെ ഞാൻ പറഞ്ഞ് ഓക്കെ അതിനെന്താന്ന് പറഞ്ഞ് അങ്ങനെ പരിചയപ്പെട്ടതാണ്. അപ്പോൾ മോണോപ്രിക്സിൻ്റെ ഒരു ഷോപ്പാണത്, പക്ഷെ ഞാൻ കയറിയില്ല അതിൻ്റെ ഉള്ളിൽ.
അപ്പൊ ഞാൻ പുറത്തേക്ക് ഇറങ്ങാന്ന് വിചാരിച്ചു. അപ്പൊ നോക്കിയപ്പോൾ ലൈറ്റിന്റെ ഷോപ്പും പിന്നെ കുറച്ചൊന്നും ഓപ്പൺ ആയിട്ടില്ല. വൈകുന്നേരം ആയിരിക്കും. നോവോ സിനിമാസിന്റെ അവിടെ പോയി നോക്കി, അതും ഓപ്പൺ അല്ല. മുംബൈ മുഷറിബ് ഉണ്ടല്ലോ, ഏറ്റവും പഴയ റെസിഡൻഷ്യൽ പ്രദേശങ്ങളിൽ ഒന്നാണ്. അതായത് പഴയ കാലത്ത് ചെറിയ കത്രി വീടുകളും അതുപോലെ തന്നെ ചെറിയ കടകളും സൂക്ക് വാക്കിഫിനോട് ചേർന്ന് തിരക്കുള്ള ഒരു പ്രദേശമായിരുന്നു മുഷറിബ് ടൗൺ. ഉണ്ടല്ലോ, ഈ അടുത്തുണ്ടായതല്ല, അത് 1900-ങ്ങളുടെ തുടക്കത്തിൽ തന്നെ ഇവിടെ ഉണ്ടായിരുന്നു. പുതിയ മുഷറിബ് ഉണ്ടല്ലോ, അതിന്റെ പ്രൊജക്ട് ഏകദേശം 2010-ലാണ് ആരംഭിച്ചത്. പിന്നെ അത് പുനർനിർമ്മിച്ച് ഒരു 2013-ല് ചെറിയ ചെറിയ ഭാഗങ്ങളൊക്കെ ആയിട്ടൊക്കെ ഓപ്പൺ ആയി. പിന്നെ അത് പൂർണ്ണമായിട്ട് ഉദ്ഘാടനം ആയത് എന്താണെന്ന് അറിയോ? 2021-ലാണ് നമ്മൾ ഈ കാണുന്ന മുഷറിബ് ഡൗൺ ടൗൺ ആയത്. ഞാനിത് ട്രാമിൽ വെച്ച് കണ്ട സ്ഥലമാണ്. എന്തായാലും ഇവിടെ വന്നോന്ന് വിചാരിച്ച് ലാസ്റ്റ് നടന്ന് ഇവിടെ എത്തി, വഴി തെറ്റിയിട്ടേ. ഇവിടെ എന്തൊക്കെയോ അന്ന് പ്രോഗ്രാം നടക്കണ്ടായിരുന്നു കഴിഞ്ഞ തവണ അവിടെ വന്നപ്പോഴേ. ഇതൊക്കെ ഇത് റെസ്റ്റോറൻ്റ് ആണ് അതൊക്കെ. അതുപോലെ തന്നെ ഇവിടെ ആൾക്കാർ ടിക്ടോക്കും പിന്നെ ഫുഡൊക്കെ കഴിക്കേണ്ട ആൾക്കാർ ടിക്ടോക്കൊക്കെ ചെയ്യുന്നുണ്ട്, വ്ളോഗും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. നല്ല രസമുണ്ട്. ഇത് റെസ്റ്റോറൻറ്റിൽ ചോക്ലേറ്റും പിന്നെ അതുപോലെ തന്നെ ഹസൽനട്ട് ഇല്ലേ, അതൊക്കെ കുക്കിംഗ് ചെയ്യുന്നു. പിന്നെ സ്ട്രോബെറി ഗ്ലാസ്സിലാക്കിയിട്ട് ഡെക്കറേഷനൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ അവിടെ നിന്ന് ഇറങ്ങി, ഇതെന്താ സംഭവം, ആൾക്കാരൊക്കെ ഫോട്ടോ ഒക്കെ എടുക്കണ്ടല്ലോ. പിന്നെ ഇങ്ങനെ നടന്ന് ഒരു ചെറിയ പാർക്കിലെത്തി. ഇതൊക്കെ എന്തോ റൈഡുകളാണെന്ന് തോന്നുട്ടോ, കയറാൻ പറ്റുന്ന ടൈപ്പാണെന്ന് തോന്നുന്നു. അവിടെ ഒരു ഗ്യാപ്പൊക്കെ ഉണ്ട്, കയറി നോക്കിയാലോ. ഇതൊക്കെ റെസ്റ്റോറൻറ്റിലെ പണിക്കാരുണ്ട്, ജോലിക്ക് പോണതുകൊണ്ട് വന്നതുകൊണ്ട് അങ്ങനെയൊക്കെയുള്ള ആൾക്കാരുണ്ട്. പിന്നെ ഇവിടെയൊക്കെ ഒന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. ഏകദേശം സമയം ഒരുപാടായി, റെസ്റ്റോറൻ്റൊക്കെ ഓപ്പണായി. ഇനിയിപ്പോൾ എനിക്കും ഇവിടുന്ന് പോകാനായിട്ട് സമയമായിട്ടുണ്ട്. നല്ലൊരു അഡ്വർടൈസ്മെന്റ്, യോസ റെസ്റ്റോറൻറ്റ്. മുഷറിബ് ഡൗൺ ടൗണിൽ ഇപ്പോൾ ഇത്രയൊക്കെ ഉള്ളു കാണാനായിട്ട്. ഞാനിപ്പോൾ അത് മെട്രോ സ്റ്റേഷനിലേക്ക് പോകണം. അവിടെ നിന്ന് നേരെ ബസ് പിടിച്ച് റൂമിലേക്ക് പോകണം. അപ്പോൾ ഇൻഷാല്ലാ സബ്സ്ക്രൈബ് ചെയ്യണം, മറക്കരുത്. ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ ഷെയറും ചെയ്യുക. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോക്ക് കാത്തിരിക്കാം. അപ്പോൾ നല്ലൊരു ദിവസം നേരുന്നു. അസ്സലാമു അലൈക്കും.